എന്റെ വാച്ച് എവിടെ? ശാന്തമ്മേ, ഇതെവിടെ കൊണ്ട് വെച്ചു? എന്തിനാ വിളിച്ചു പോകുന്നത്? എന്റെ വാച്ച് കണ്ടോ? വാച്ച് നിങ്ങൾ അവിടെയല്ലേ വെക്കാറുള്ളത്? കണ്ണു തുറന്ന് നോക്ക്. എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ. അയ്യോ, എന്റെ വാച്ചും കാണുന്നില്ല, ഹാൻഡ് ബാഗും ഇല്ല. ഇന്നലെ ശമ്പളം വാങ്ങിച്ച മുഴുവൻ രൂപയും അതിലുണ്ടായിരുന്നു. എന്റെ ബാഗിലും ഉണ്ടായിരുന്ന രൂപ. ഇത് ആരെടുക്കാൻ? അയ്യോ, നീ ഇത് കണ്ടോ? ഇത് കള്ളം കയറിയതാണല്ലോ. നീ ആ സ്വർണ്ണപ്പട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കി? അതൊക്കെ എവിടെയുണ്ട്? ചേടാ, നാണക്കേടായല്ലോ. ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കള്ളം കയറിയ നാളെ പത്രക്കാരെഴുതുമല്ലോ. നിങ്ങൾക്ക് പത്രക്കാരറിയുന്നല്ല വിഷമം. പോയ സാധനങ്ങൾ കിട്ടാൻ എന്തെങ്കിലും വഴി നോക്ക്. പോയതങ്ങ് പോട്ടെ ശാന്തമ്മേ, നാട്ടുകാരറിഞ്ഞ എനിക്കാ കുറച്ചില്. അല്ല, കക്കാൻ വന്നവൻ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരുന്ന ജയിൽ സൂപ്രണ്ടെന്ന നെയിം ബോർഡ് കണ്ടു കാണില്ല. കണ്ടെങ്കിൽ അവൻ കയറില്ലായിരുന്നു. പിന്നെ കക്കാൻ വരുന്നവൻ നെയിം ബോർഡ് നോക്കിയിട്ടല്ലേ വരുന്നത്. നാണക്കേടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ. ശരി. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ രാത്രി വാച്ചും രൂപയും മാത്രമേ മോഷണം പോയിട്ടുള്ളൂ. ഇന്ന് വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിലുള്ള ചുരുത്തനെ പിടികിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവനായിരിക്കും. നമ്മുടെ സ്ഥിരം ലിസ്റ്റിൽ പെട്ടതാ. വാച്ച് പരം. വാച്ചും രൂപയും മോഷ്ടിക്കുന്നത് അവന്റെ പ്രധാന ഹോബി. ശരി സർ. ഏതായാലും ഞാൻ അവനെ ഒന്നുകൂടെ ചോദ്യം ചെയ്ത് നോക്കാം. യെസ് സർ. ഓക്കെ. എഴുന്നേക്കടാ. അമ്മച്ചിയാണോ? ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തിട്ടില്ല അല്ലേ? ജോർജ് സാർ. ഇവിടെ നീങ്ങിക്കടാ. നീയാണോടാ ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി വാച്ചിന്റെ രൂപയും മോഷ്ടിച്ചത്? ഇല്ല സാർ, സാറാണ് സത്യം. ഇല്ല സാർ, എനിക്കെന്തിനാ സാർ വാച്ച്? എനിക്കെന്തിനാ സാർ രൂപ? ഞാൻ വെറും ഒരു പാമരനാം പാന്തൻ. ഇവനെ ശരിക്ക് ചോദ്യം ചെയ്തില്ലേ? ഇവനെങ്കിലും ശരിക്ക് പെരുമാറിയത് സാർ. എന്നിട്ട് ഇവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. അയ്യോ, നീ സത്യം പറയില്ലടാ. അയ്യോ, അങ്ങനെ ഒരു പിടിഭാഷ എനിക്കില്ല സാർ. ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ കളവായി പോകും. ഈ ലോകം തന്നെ സത്യമല്ല, മിഥ്യയാണ് സാർ. പാലിക്കാനായി ഭുവനമഖിലം പുതലേ ചാതനായി. നിന്നെ എത്ര തല്ലിയാലും നീ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ആ സ്റ്റൂൾ ഇങ്ങനെ എടുത്തു വയ്ക്കാം. ഇതെന്തിനാ സാർ? എനിക്ക് വേണ്ട സാറിന്റെ മുമ്പിൽ ഞാൻ എന്നോളാം. കിട്ടിയോ ജോർജ്? കിട്ടി. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ 30 രൂപയുടെ ചെലവേ എനിക്കുള്ളൂ. അയ്യോ, റമ്മോ? പിടിക്ക. വേണ്ട സാർ, ഇനിയും എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ. ഈ റം എനിക്ക് തരരുത്. ഇവൻ അകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായി പോവും. പിടിക്കടാ. തൊടാൻ കുറച്ച് അച്ചാർ കിട്ടുമോ? നിന്റെ അച്ചാർ ബാക്കിയോടെ കുടിക്കണം. എടാ, നീയാണോ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്? സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന്? ഇതല്ലാതെ ജയിൽ സൂപ്രണ്ട് എന്ന ബോർഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊന്ന് അതേടാ, കേറി പഠിക്കാൻ പറ്റിയ സ്ഥലം എങ്ങനെയാ നീ വീട്ടിൽ കയറിയത്? പറയാം. ആദ്യം ഞാൻ ടെറസിൽ കയറി. അവിടെ നിന്ന് കയറ് കെട്ടി സൂപ്രണ്ട് സാറിന്റെ മുറി ഇറങ്ങി. എന്നിട്ട് മേശ തുറന്ന് വാച്ചെടുത്തു, പിന്നെ പേഴ്സ് എടുത്തു. അകത്തെ മുറിയിൽ ചെന്ന് കൊച്ചമ്മയുടെ വാച്ചെടുത്തു, കൊച്ചമ്മയുടെ പേഴ്സ് എടുത്തു. വേറെ ഒന്നും എടുത്തില്ല. വാച്ചും പേഴ്സും അല്ലാതെ ഈ വാച്ച് വരുമ്പോ വേറെ ഒന്നും എടുക്കത്തില്ല. വാച്ച് എനിക്കൊരു ക്രൈസാ, പേഴ്സ് എനിക്കൊരു ഹോബി. നിന്റെ ഒരു ക്രൈസും ഹോബി ഒന്ന് ചുമ്മാ എഴുതി സാറേ. പിന്നെ സാറേ, ഈ സൂപ്രണ്ട് സാർ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങിയ വല്ല പെരുങ്കള്ളന്മാരും വന്ന് വിലപിടിപ്പുള്ള സ്വർണമോ മറ്റോ എടുത്തോണ്ട് പോയി എന്ത് ചെയ്യും? പോകന്നെ. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാ കാണൂല.
നീ അവിടെ നിർത്ത സാധനങ്ങളൊക്കെ എവിടെയാടാ? സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടാ നിന്നോടാ ചോദിച്ചത്. ആ അത് പറയണമെങ്കിൽ ഊതാതെ അക്കാര്യം പറയണമെങ്കിൽ എനിക്കൊരു ഹാഫും കൂടെ മേടിക്കുക. ബോഡി വളരെ വീക്കാണ്. ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സൂപ്പറിനോട് പറയാം. വരൂ, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. എടി, ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നല്ല ഭക്ഷണം, പുറത്ത് ആസ്പത്രി പോയുള്ള ചികിത്സ. എടി എടി, മതി നിർത്ത്. എടി, നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്കും പുറത്തു പോയി ചുറ്റിക്കറങ്ങാമായിരുന്നു. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ രജനി. ഈ ക്യാപ്സൂൾസും ടോണിക്കും കഴിക്കണം. ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കണം. എന്നും ഇഞ്ചക്ഷൻ എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ? ഹിന്ദു കല്യാണിയമ്മയും കൂട്ടി വന്നോളൂ. ഭാര്യമാര് ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി. ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞാ പിന്നെ റൊട്ടീൻ ആയിക്കൊള്ളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരാണ് വീട്ടവിടെ കിടക്കുന്നത്? നീ എപ്പോഴും പറയാറില്ലേ ആ പാട്ടുകാർ ശ്രീദേവി ജയിലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നായിരിക്കും. ഭാര്യ വിട്ട നമുക്കൊന്ന് പോയി കണ്ടിട്ട് എന്തിനാ വരാം. ഇന്ദു വെറുതെ ആവശ്യമില്ലാതെ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാന്നേ. ആ നീ പോട്ടോ, ഞാൻ ഇവിടെ ചെൽ. ആരാ? ഞാൻ ഈ കുട്ടിയൊന്ന് കാണാൻ വന്നതാ. ശ്രീദേവി, ദേവിനെ ആരാ കാണാൻ വന്നിരിക്കുന്നു? ആരാ? എന്റെ പേര് ഇന്ദു. ഞാൻ ഡോക്ടർ ശാന്തേടത്തി ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ അസുഖം? നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ. ഇതെത്ര മാസം? 7. എനിക്ക് 5-ാം മാസം. ഞാൻ പോട്ടെ ശ്രീദേവി.